രജമി ഇവിടം വരെ എത്തിയുള്ളൂ. എല്ലാവരും ഒന്ന് വേഗം റെഡിയാവാൻ നോക്ക്. ഇങ്ങനെ പോയി 5 കളി പോയിട്ട് ഒരു കളി കളിക്കാൻ നോക്കില്ല. എന്റെ ചേട്ടാ തുടക്കം തന്നെ 5 കളി എന്നൊക്കെ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നീ തന്നെയല്ലേ എന്റെ അടുത്ത് 5 കളി കളിച്ചോളാം എന്ന് പറഞ്ഞത്? പറഞ്ഞതൊക്കെ ശരിയാ. എന്റെ പൊന്നു മക്കളൊന്ന് റെഡിയാവാന്നു. ഞാൻ പോയി അനൗൺസ് ചെയ്യും. അയ്യോ ചേട്ടാ, ഈ അനൗൺസ്മെന്റ് ഒക്കെ ഞങ്ങൾ ആരെങ്കിലും ചെയ്താൽ പോരെ? അതെന്താ ഞാൻ പറഞ്ഞ കേക്കിൽ? അല്ല അത് ചേട്ടാ, നല്ല നല്ല വാക്കുകൾ ഉപയോഗിച്ച് നല്ല ശബ്ദത്തിൽ പറഞ്ഞാലേ ഈ ഓഡിയൻസിനെ കയ്യിലെടുക്കാൻ പറ്റൂ. എടോ, ഞാൻ ഈ സ്ഥാപനത്തിന്റെ പ്രൊപ്പറേറ്റർ കം മാനേജറാണ്. അനൗൺസ്മെന്റ് എന്നെ ആരും പഠിപ്പിക്കണ്ട. 5 കൊല്ലം ഞാനായിരുന്നു അനൗൺസ്മെന്റ്. അതിന് ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള സാധനങ്ങൾക്ക് വേണ്ടി. അതെന്ത് സാധനം ചേട്ടാ? ലോട്ടറി ടിക്കറ്റ്. എന്നാ ചേട്ടൻ തന്നെ അനൗൺസ് ചെയ്യും. ഫസ്റ്റ് ഒരു അലമ്പന. ആ ഡ്രസ് ഉണ്ടല്ലേ, ഇന്നലെ വരെ കീറി മുണ്ട് ജുബായിട്ട് നടന്നതാ. അയാളുടെ വളരെ നിൽക്കുന്ന ട്രൗസർ കണ്ടിട്ട് എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. നീ ഒന്ന് ചുമ്മാതിരിക്കേ. എങ്ങനെയെങ്കിലും കുറച്ച് പരിപാടി പിടിക്കാൻ നോക്ക്. എന്നിട്ട് വെച്ചു കൊടുക്കാൻ വേല എന്തെങ്കിലൊക്കെ ചെയ്യും. പ്രിയപ്പെട്ട നാട്ടുകാരെ, തൊഴിലാളി സുഹൃത്തുക്കളെ, അമ്മമാരെ, പെങ്ങന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, മരുമക്കളെ, ഇന്നാണ് നിങ്ങളേവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ആ സുദിനം ഇന്നാണ്. ലോട്ടറിയുടെ അനൗൺസ്മെന്റ് കേട്ടാ കൊച്ചിയുടെ എന്തെങ്കിലും ആവട്ടെ. ഇങ്ങനെ പോയാൽ ഒരു ദിവസം 5 കളി വെച്ച് കളിച്ചു തന്നെ. രൂപം കൊള്ളും യുവദർശനയുടെ പരിപാടി ആസ്വദിക്കാൻ പുറത്തു നിൽക്കുന്ന മഹാന്മാരും മഹതിമാരും അശേഷം മടിക്കാതെ അകത്തേക്ക് വരിക. പ്രോഗ്രാം തുടങ്ങിയെന്നാ തോന്നുന്നത്. നമ്മൾ വിചാരിച്ച പോലെ അല്ല, നല്ല ഓഡിയൻസ് ഉള്ള ലക്ഷണമാണ് കാണുന്നത്. ചിലപ്പോ പ്രോഗ്രാം കഴിഞ്ഞാണോ? അങ്ങനെ പിന്നെ കൂലി കേൾക്കണ്ടേ? സംഗീത കച്ചേരി കേൾക്കാത്തവർ നമുക്കിടയിൽ ചുരുക്കമായിരിക്കും. വാദ്യോപകരണങ്ങളില്ലാതെ വാദ്യോപകരണങ്ങളുടെ ശബ്ദം നൽകി ഒരു സംഗീത കച്ചേരി ഞങ്ങളിവിടെ അവതരിപ്പിക്കാം. വാദാപി ഗണപതിം ഭജേ ഹം, വാദാപി ഗണപതിം ഭജേ ഹം, വാദാപി ഗണപതിം ഭജേ ഹം, വാരണ പരം സേ പദേം ഭജേ ഞാൻ വിചാരിച്ചില്ലേ കലാദർശന പൊളിക്കുമെന്ന് പറഞ്ഞ് ഉണ്ടാക്കിയതാണ്. അനുഭവിക്കട്ടെ. അവന്റെ ഒരു യുവദർശന. നമുക്ക് അത് ശരിയല്ല. ജിമ്മി വരട്ടെ, അവനൊന്ന് കണ്ടിട്ട് പോവാം. ഒറ്റ പൈസ ഇല്ല. ഞങ്ങൾക്ക് എത്ര രൂപ നഷ്ടം? എത്ര കസേര ഓടിച്ചത്? അതിന്റെ വില ആര് തരും? അതെ, നിങ്ങളുടെ നാടിന്റെ സംസ്കാരം അവര് കാണിച്ചത്. അതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല. അവരെ അടക്കി നിർത്തേണ്ടത് നിങ്ങളുടെ ചുമതലയാ. ഈ കുറുക്കന്റെ മക്കൾക്ക് ടിക്കറ്റും കൊടുത്ത് അകത്ത് കയറ്റി കൂവിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഏതായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. തർക്കിച്ച് നിൽക്കാനൊന്നും സമയമില്ല. നിങ്ങൾ ആ കാശ് കൊണ്ട് കൊടുത്തേ. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് പകുതി എമൗണ്ട് വേണമെങ്കിൽ തരാം. സൗകര്യം ഉണ്ടെങ്കിൽ വാങ്ങിച്ചാൽ മതി. അത് പറ്റില്ല. കന്നി കളിക്ക് മുഴുവൻ കാശും കിട്ടിയില്ലെങ്കിൽ ചെല്ലുന്ന സ്ഥലത്ത് എല്ലാം ഇതായിരിക്കും അനുഭവം. എന്തിനാടാ ജിമ്മി? നമ്മുടെ പേരും കൂടെ നീ കളയല്ല. നീ
അവരുടെ പ്രോഗ്രാം നടക്കുന്നിടത്ത് പോകാൻ നിങ്ങളോട് ആരാ പറഞ്ഞേ? ഞങ്ങൾ അവരുടെ പരിപാടി എങ്ങനെയുണ്ടെന്ന് നോക്കാൻ പോയതാണ് അച്ഛോ. എന്തിനാ? പ്രോഗ്രാം ബുക്ക് ചെയ്യാനോ? നിങ്ങൾ അവിടെ പോയതാ എല്ലാ കുഴപ്പത്തിനും കാരണം. നാട്ടുകാരാണ് കൂവിയെങ്കിലും പേര് വന്ന് നിങ്ങൾക്കല്ലേ. ഇനിയിപ്പോ നമ്മുടെ പ്രോഗ്രാം നടക്കുന്നിടത്ത് അവന്മാര് വന്ന് കൂവും. ദൈവം സഹായിച്ച് നമ്മുടെ പ്രോഗ്രാമിന് കൂവാൻ അവന്മാരുടെ സഹായം ആവശ്യമില്ല. വേറെ എത്രയോ പേരുണ്ട്. നിന്നെ ഞാൻ കൈ അടിക്കാൻ ഇങ്ങനെ. ഓ എന്റെ ദൈവമേ. കലാദർശനയോട് സാമ്യമുള്ള യുവദർശന എന്ന പേര് അവന്മാരിട്ടത് മനഃപൂർവ്വം അല്ലേ? യുവദർശന എന്നുള്ള പേരിട്ടത് കൊണ്ട് അവർക്ക് കൂടുതൽ ബുക്കിംഗ് കിട്ടുന്നെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. നമുക്ക് വിളിച്ചത് നമുക്ക് കിട്ടും. അതിടക്കിടക്ക് കിട്ടാറുണ്ട്. നിങ്ങൾ ആരും വഴക്കിനും വയ്യാവലിക്കും ഒന്നും പോണ്ട. എല്ലാവരും ഒന്ന് പോ 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 ഒന്ന് പോടാ. എന്റെ ദൈവമേ. അച്ഛോ, കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? നീ ഒരു കാര്യം ചെയ്യ്, ഒരു ഗ്ലാസ്സില് കുറച്ച് വിഷം കലക്കി കൊണ്ടുപോവാ, ഞാൻ കുടിക്കാം. പോടാ. ബഹളം ഉണ്ടാക്കും. അവന്മാർ എവിടെ പ്രോഗ്രാം വെച്ചാലും ചെന്ന് കിടക്കണം. കലക്ക് ഞങ്ങൾ, കലക്ക് ഞങ്ങൾ, കലാദർശനെ കലക്ക് ഞങ്ങൾ. അവന്റെ ഒരു കലക്ക്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കലക്കി നടന്നാലേ കലങ്ങി പോകുന്ന എന്റെ കാശാ. ദിവസത്തിൽ 5 കളി എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് കൊല്ലത്തിൽ 5 കളിക്കാൻ ഒക്കോ? നിന്റെ ആ പാട്ട് കച്ചേരിയാ എല്ലാം കലക്കിയത്. ഓഹോ, ഞാൻ പാടിയോണ്ട് ഇപ്പൊ കുഴപ്പമുണ്ടായത്. ആ മൃദംഗം വേറൊരു വഴിക്ക്, ഘടം മറ്റൊരു വഴിക്ക്. ഉറക്കം തൂങ്ങി വീണോണ്ടാ കുഴപ്പമില്ല ഉണ്ടായത്. ഇനിയിപ്പോ ഇവിടെ കിടന്ന് അതും ഇതും പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? പ്രോഗ്രാം മോശമായതുകൊണ്ടാ ആളുകൾ കൂവിയത്. കൂട്ടത്തിൽ ചിലപ്പോ അവന്മാരും കൂവി കാണും. അങ്ങനെ അവന്മാര് കൂവണ്ട. അവന്മാരെ കൊണ്ട് കൂവിച്ചത് ആ തറക്കണ്ടവാ. ആ തറക്കണ്ടം മനസ്സിലാക്കട്ടെ, ഞാൻ അവനേക്കാ വലിയ തറയാന്ന്. അവനെ ഏട്ടാ, വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. തന്നോട് ആര് പറഞ്ഞോ വെയിറ്റ് ചെയ്യാൻ? ഞാൻ മടങ്ങി വരുന്നവരെ താൻ ഇവിടെ കാത്തു നിന്നാ മതി. എവിടെ പോകുന്നു? പ്രാർത്ഥിക്കാനാണോ അല്ല കുമ്പസാരിക്കാനാ? എനിക്കിപ്പോ അറിയണം തറ എവിടെയാ. തറതേ ഇവിടെയാ, ഇരുന്നോളൂ. അതല്ലടോ തറക്കണ്ടോ ആരാന്ന്. ഈ നിലയ്ക്ക് തറക്കേണ്ടത് നിങ്ങളെയാ. നിങ്ങൾ ആരാന്ന് കേട്ട് കാണും. പച്ചാളം പാപ്പച്ചൻ. പച്ചാളത്ത് കേട്ടുണ്ട്, പക്ഷെ പാപ്പച്ചൻ എന്ന് കേട്ടിട്ടില്ല. എന്നാ ഞാൻ കേൾപ്പിക്കും. ഉവ്വ്. നമ്മളാരാ? ഞാൻ മമ്മൂട്ടി. മമ്മൂട്ടി. കർത്താവേ, മനസ്സിലായില്ല കേട്ടോ മോനെ. ഞാൻ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ജീവനോടുകൂടി ഇപ്പൊ ആദ്യമായിട്ട് കാണുക. അതേ ഛായ ആണല്ലേ? തറക്കണ്ടോ എവിടെയോ? തറക്കണ ഫാദർ അവിടെ ഇരിപ്പുണ്ട്. പയ്യപ്പോ ട്രൗസർ ഊരി പോകും. അയ്യോ, മമ്മൂട്ടി മിണ്ടല്ലേ. ദേ അച്ഛന്റെ ഞരമ്പ് രോഗം പരിശോധിക്കാൻ വന്ന സായിപ്പ് ഡോക്ടർ ആയിരിക്കും. അതാ ഒരുമാതിരി തറയായിട്ട് സംസാരിച്ചോണ്ട് പോയത്, താണ്ടമ്മ ചേച്ചിയെ പോലെ. പോക്കിരിത്തരം കാണിക്കുന്നതിൽ അതിരൊക്കെ ഉണ്ട്. പള്ളിയിൽ കുർബാനയും കുമ്പസാരമായിട്ട് കുത്തിയിരിക്കേണ്ട അച്ഛന്മാര് പാട്ടും കൂത്തും മിമിക്രിയായിട്ട് ഇറങ്ങിയിരിക്കുക മനുഷ്യരെ കഷ്ടപ്പെടുത്താൻ. അതൊക്കെ നടത്താനേ കലാപാരമ്പര്യമുള്ള കുടുംബത്തിൽപ്പെട്ട ഞങ്ങളെ പോലുള്ളവരുണ്ട് ഇവിടെ. നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എന്താ വേണ്ടേ? കലാകാരൻ ഇവിടെ ഇരിക്കും. എന്നെ അങ്ങനെ ഇരുത്തിയിട്ട് യുവദർശനെ ഒതുക്കാമെന്ന് കരുതണ്ട. മമ്മൂട്ടി, ഇവിടെ ആരും ഇല്ലേ? തല്ലിക്കാനായിരിക്കും. എങ്കിൽ മമ്മൂട്ടി വേണ്ട, ഭീമന്റെ ഹൂനെ വിളിക്കാവും വരട്ടെ. പോവാനോ? അങ്ങനെ പോകാമെന്നവനല്ല ഞാൻ. താൻ വിളിക്കുന്നിടത്ത് വരെ ഞാനാരാ? തന്റെ കുശലിക്കാരനാണോ? എന്റെ ദൈവമേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അച്ഛൻ ഈ അലവലാതി പിള്ളേരെ വിട്ട് യുവദർശനയുടെ പരിപാടി കലക്കാനാണ് ഭാവമെങ്കിൽ വാടകയ്ക്ക് ആളുകളെ കൊണ്ടുവന്ന് നിങ്ങളുടെ പരിപാടി ഞാനും കലക്കും. ഇങ്ങനെ ഇനിയുണ്ട് വേറെ. അപ്പൊ നിങ്ങളാണ് യുവദർശനയുടെ ആള്? അതെ, ഞാനാണ് ഇതിന്റെ പ്രൊപ്പറേറ്റർ കം മാനേജർ, പച്ചാളം പാപ്പച്ചൻ. നിങ്ങൾ എന്തുദ്ദേശത്തോടെയാണ് ഇങ്ങോട്ട് വന്നത്? എന്നെ തല്ലാനാണോ? വേണ്ടി വന്നാൽ അതിന് ഞാൻ മടിക്കില്ല. താൻ ആരടോ? തറ. വേറൊരു തറയായതുകൊണ്ടല്ലേ താൻ ഈ തറപ്പണികളൊക്കെ ചെയ്തത്. പച്ചാളം പാപ്പച്ചന്റെ പച്ചയായ രൂപം താൻ കാണാൻ പോകുന്നതേ ഉള്ളൂ. താൻ എന്താ വിചാരിച്ചേ? ഒരു പരിധി വരെ എനിക്ക് അച്ഛനായിട്ടിരിക്കാൻ പറ്റൂ. താൻ തറയാണെങ്കിലേ ഞാൻ അടിത്തറയാ. കുറെ നേരം ഇല്ല തുടങ്ങിയിട്ട് ഒരു വള്ളിയിലേക്ക് ഇട്ടിട്ടുണ്ട് വലിയ അളവ്. നിന്നെ ശരി എന്താ എന്ത് വെച്ചോ? മമ്മൂട്ടി അച്ചോ, ഞാനൊരു കാര്യം പറഞ്ഞാൽ താൻ ആരോടെങ്കിലും പറയോ? പറയൂ അച്ചോ. ഓ